ദൈവനാമത്തിന് മഹത്വം. സിയോൻ ബൈബിൾ ക്വിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിൽ നിന്നും ചില ട്രിക്കി ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഷീജ വിജയ്, തിരുവനന്തപുരം. ആദ്യത്തെ ചോദ്യം ഇതാണ്: പക്ഷിയുടെ മൃദുവായ തൂവലിന് ബൈബിളിൽ പറയുന്ന രണ്ടക്ഷര പദം എന്താണ്? ഉത്തരം പപ്പ്. യെഹെസ്കേലിൻ്റെ പ്രവചനം 17-ാം അധ്യായം 3-7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം ഇതാണ്: ഇത് ദൈവത്തിനുള്ളതാണ്, ഭൂമിയിൽ എല്ലായിടത്തും ഇതുണ്ട്. ഇത് വിത്തല്ല, ചെടിയുമല്ല, എന്നാലും ഒരു സസ്യം പോലെ മുളച്ചു വരുന്നു. എന്താണത്? സസ്യം ഏതാണ്? ഉത്തരം ന്യായവിധി. ദൈവത്തിൻ്റെ ന്യായവിധി. സസ്യം നഞ്ചുചെടി. ആവർത്തനം 1:7, 1 ദിനവൃത്താന്തം 16:14, ഹോശയുടെ പ്രവചനം 10-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം: ബൈബിളിലെ ഒരു ഫലത്തിൻ്റെ പേരിൻ്റെ ഒരക്ഷരം മാറ്റിയാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു വൃക്ഷത്തിൻ്റെ പേരായി. ഫലം ഏത്? വൃക്ഷം ഏതാണ്? ഉത്തരം ഫലം മുന്തിരിങ്ങ. സംഖ്യ 6:3. വൃക്ഷം മുരിങ്ങ. അടുത്ത ചോദ്യം: ഒരു മലയാളി സ്ത്രീനാമത്തിൽ ആരംഭിക്കുന്ന ഒരു വാഹനം ഏതാണ്? ഈ വാഹനത്തിൽ കയറിയത് ആരാണ്? ഉത്തരം വാഹനം ജയരഥം. സ്ത്രീ ജയ. കയറിയത് യഹോവ. ഹബക്കൂക്കിൻ്റെ പ്രവചനം 3-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം: തീച്ചട്ടിക്ക് ഒരു പ്രവചന പുസ്തകത്തിൽ 3 പ്രാവശ്യം മാത്രം കാണുന്ന മറ്റൊരു പദം എന്താണ്? പ്രവചന പുസ്തകം ഏതാണ്? ഉത്തരം നെരിപ്പോട്. പുസ്തകം ഇരമ്യാവ്. ഇരമ്യാവിൻ്റെ പ്രവചനം 36:22, 23, 2 പ്രാവശ്യം. അടുത്ത ചോദ്യം: പുതിയ നിയമത്തിൽ ഒരു പ്രവാചകനെ അടിക്കുവാനും ഒരു അപ്പോസ്തലനെ കെട്ടുവാനും ഉപയോഗിച്ചത് ഒരേ ഉപകരണം ആയിരുന്നു. ഉപകരണം ഏതാണ്? പ്രവാചകൻ ആരാണ്? അപ്പോസ്തലൻ ആരാണ്? ഉത്തരം ഉപകരണം വാറ്. പ്രവാചകൻ യേശു, അപ്പോസ്തലൻ പൗലോസ്. മത്തായി 21:11, ലൂക്കോസ് 24:19, യോഹന്നാൻ 19:1, അപ്പോസ്തല പ്രവൃത്തി 22:25. അടുത്ത ചോദ്യം: ബൈബിളിൽ 2 പ്രാവശ്യം കാണുന്ന ഒരു നിറം. ഈ നിറം ഒരു ശരീരാവരണത്തിനും ഒരു ജീവിക്കും ഉണ്ടായിരുന്നു. നിറം ഏത്? ശരീരാവരണം ഏത്? ജീവി ഏതാണ്? ഉത്തരം നിറം തീ നിറം. ശരീരാവരണം കവചം. ജീവി മഹാസർപ്പം. വെളിപ്പാട് പുസ്തകം 9:17, 12:3. അടുത്ത ചോദ്യം: ഈ ഇടത്തിന് യെരൂശലേം പുത്രിയുടെ രാജത്വം ഭരിക്കുമെന്ന് ബൈബിൾ പറയുന്നു. ഇതിൻ്റെ സമീപത്ത് യാക്കോബ് കൂടാരമടിച്ചിട്ടുണ്ട്. ഏതാണ് ഈ ഇടം? ഈ ഇടത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം ഏദേർ ഗോപുരം. മറ്റൊരു പേര് സിയോൻ പുത്രിയുടെ ഗിരി. മീഖ പ്രവചനം 4:8, ഉൽപ്പത്തി പുസ്തകം 35:21. അടുത്ത ചോദ്യം: ഒരു ന്യായാധിപൻ പാർത്ത ദേശത്തിൻ്റെ പേരും ഒരു രാജാവിൻ്റെ മകൻ്റെ പേരും ചേർന്നാൽ മറ്റൊരു ലേവ്യൻ്റെ പേരായി. ആ പേര് എന്താണ്? ഉത്തരം തോബ് അദോനിയാവ്. ദേശം തോബ്. രാജാവിൻ്റെ മകൻ അദോനിയാവ്. ന്യായാധിപൻ യിഫ്താഹ്. രാജാവ് ദാവീദ്. 2 ദിനവൃത്താന്തം 17:8, 2 ശമൂവേൽ 3:4, ന്യായാധിപന്മാർ 11:3. അടുത്ത ചോദ്യം: യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരിൽ ഒരാളാണ് ഞാൻ. എൻ്റെ പേര് 2 സുവിശേഷങ്ങളിൽ മാത്രമുണ്ട്. എൻ്റെ പേരിനർത്ഥം വിശാല ഹൃദയൻ എന്നാണ്.
എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം തദ്ദായി. മത്തായിയുടെ സുവിശേഷം 10:4, മർക്കോസിന്റെ സുവിശേഷം 3:18. അടുത്ത ചോദ്യം, കർണാടക സംഗീതത്തിലെ ഒരു മേളകർത്താരാഗവും ബൈബിളിൽ ഒരു സ്ത്രീയെ വർണ്ണിക്കുന്ന ഒരു പദവും ഒന്നാണ്. എന്താണത്? സ്ത്രീ ആരാണ്? ഉത്തരം രൂപവതി. കർണാടക സംഗീതത്തിലെ 12ാം മേളകർത്തരാഗം. സ്ത്രീ എസ്തേർ. എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം, ആസ്യയിലെ ഒരു സഭയുടെ പേരിനകത്ത് പൗലോസ് സഞ്ചരിച്ച ഒരു സ്ഥലമുണ്ട്. സഭ ഏതാണ്? പൗലോസ് സഞ്ചരിച്ച സ്ഥലം ഏതാണ്? ഉത്തരം സഭ പെർഗമോസ്. പൗലോസ് സഞ്ചരിച്ചത് പെർഗ. അപ്പോസ്തലപ്രവൃത്തി 13:13, വെളിപ്പാട് 2:12. അടുത്ത ചോദ്യം, മൃഗങ്ങളിലും ധാന്യങ്ങളിലും ആയുധത്തിലും അവയവത്തിലും സാധനങ്ങൾ വഹിക്കുന്ന ഉപകരണത്തിലും പാത്രത്തിലും ജലജീവിയിലും വാഹനത്തിലും ഗ്രന്ഥത്തിലും കാണാം. ആദ്യ 2 അക്ഷരം ഒരുപോലെയാണ്. എന്നാൽ എന്താണത്? ഉത്തരം മൃഗങ്ങൾ, ചെറുകഴുത, ചെറുമാൻ, ചെറുകുറുക്കൻ, ചെറുനായി. ഉൽപ്പത്തി 49:11, ആവർത്തനം 14:5, ഉത്തമഗീതം 2:15, മർക്കോസ് 7:27. ധാന്യങ്ങൾ, ചെറുപയർ, ചെറുഗോതമ്പ്. 2 ശമൂവേൽ 23:11, യെശയ്യാവ് 28:25. ആയുധം, ചെറുപരിച. 1 രാജാക്കന്മാർ 10:7. അവയവം, ചെറുവിരൽ. 2 ദിനവൃത്താന്തം 10:10. സാധനങ്ങൾ വഹിക്കുന്നത് ചെറുസഞ്ചി. യെശയ്യാവ് 3:12. പാത്രം, ചെറുപാത്രം. യെശയ്യാവ് 22:24. ജലജീവി, ചെറുമീൻ. മത്തായി 15:34. വാഹനം, ചെറുപടക്. മർക്കോസ് 3:9. ഗ്രന്ഥം, ചെറുപുസ്തകം. വെളിപ്പാട് 10:9. ആദ്യ 2 അക്ഷരം ചെറു. ദൈവവചനത്തിൽ നിന്നും തയ്യാറാക്കിയ ഈ ട്രിക്കി ചോദ്യങ്ങൾ ദൈവവചന പഠനത്തിന് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വചന പഠനത്തിന് ഷെയർ ചെയ്യുവാനും മറക്കരുത്.